ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിദ്ദിഖിന് നോട്ടീസ് നൽകിയിരുന്നു. തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ എസിയാണ് നോട്ടീസ് നൽകിയത്. ഇന്ന് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് എത്തണമെന്നാണ് നിർദ്ദേശം. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ആദ്യം തന്നെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്തും സിദ്ദിഖിനോട് പറഞ്ഞിരുന്നൊരു കാര്യം, അന്വേഷണത്തോട് പൂർണ്ണമായുള്ള ഒരു സഹകരണം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായി തിരുവനന്തപുരത്ത് സിദ്ദിഖ് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതേണ്ടത്, അല്ലേ? ഈ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ആദ്യമായി സിദ്ദിഖ് എന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ രീതിയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സിദ്ദിഖിനെ നോട്ടീസ് അയക്കുന്നത്. തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ CI ആണ് ഈ രീതിയിൽ, സെൽ AC ആണ് ഈ രീതിയിൽ സിദ്ദിഖിന് നോട്ടീസ് അയച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താലും ഉടൻ തന്നെ ജാമ്യത്തിൽ വിടണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ പോലീസിന് മുന്നിൽ എത്താൻ തയ്യാറാണെന്ന് സിദ്ദിഖ് നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലേക്ക് മാറ്റുന്ന ആ രീതിയിലേക്കുള്ള നടപടികളിലേക്കൊന്നും പോലീസിന് പോകാൻ കഴിയില്ല. പക്ഷേ ചോദ്യം ചെയ്യാം. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ വിട്ടയക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് മൊഴിയെടുപ്പിന് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് നേരത്തെ നിയമോപദേശം അടക്കമുള്ളത് ലഭിച്ചിരുന്നു. ഈ പോലീസിന് മുന്നിൽ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ സർക്കാരിന് തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നതാണ് നല്ലത് എന്ന രീതിയിലുള്ള നിയമോപദേശം ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പരാതിക്കാരിയായിട്ടുള്ള യുവതിക്കെതിരെ എതിർ കേസുകളും നടപടികളുമായി മുന്നോട്ട് പോകാനും ശക്തമായി മുന്നോട്ട് പോകാനും സിദ്ദിഖിന് നിയമോപദേശം ലഭിച്ചിരുന്നു. അപ്പോൾ ഈ നിയമോപദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖ് ഇപ്പോൾ നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഈ കേസ് സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഈ 22-ാം തീയതി സിദ്ദിഖിന്റെ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. അന്ന് വരെയാണ് നിലവിൽ സിദ്ദിഖിന്റെ അറസ്റ്റിനൊരു തടസ്സമുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് അന്ന് കോടതിയിൽ പോലീസ് പറയുന്നത് എന്നതനുസരിച്ചിരിക്കും ഈ കേസിലെ തുടർ നടപടികൾ. സിദ്ദിഖിനെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ നിലവിലത്തെ ചോദ്യം ചെയ്യൽ പര്യാപ്തമാണെന്ന നിലപാട് പോലീസ് സ്വീകരിക്കും. അങ്ങനെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്, ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അതിലൊക്കെ പോലീസ് സ്വീകരിക്കുന്ന നടപടി അനുസരിച്ചായിരിക്കും ഈ കേസിന്റെ ഭാവി എന്നുള്ളത്. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യലിന് താൻ ഹാജരായിട്ടുണ്ട്. തന്നോട് ആവശ്യമുള്ള ചോദ്യങ്ങൾ പോലീസ് ചോദിച്ചിട്ടുണ്ട്, അതിനോടൊപ്പം താൻ സഹകരിച്ചിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ സിദ്ദിഖിന് കഴിയും. അതുകൊണ്ട് തന്നെ തന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കോ കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്കോ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതും സിദ്ദിഖിന് വാദിക്കാൻ കഴിയും. അതേസമയം പോലീസിലാണെങ്കിൽ സിദ്ദിഖ് മൊഴി നൽകാൻ വന്നുവെങ്കിലും അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല എന്ന രീതിയിൽ വേണമെങ്കിലും വാദമുയർത്താം. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ സിദ്ദിഖിനെ വേണമെന്നുള്ള ഒരു ആവശ്യവും പോലീസിന് ഉയർത്താൻ കഴിയും. അങ്ങനെ രണ്ട് കൂട്ടർക്കും ഈ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. വരും ദിവസങ്ങളിൽ വീണ്ടും കേസ് സുപ്രീം കോടതിയിലെത്തുമ്പോൾ അവിടെ നിലപാടുകൾ സ്വീകരിക്കാൻ. തന്നെയാണ് അന്വേഷണ സംഘം ഇന്ന് നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യും. തിരുവനന്തപുരത്ത് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.